എല്ലാവർക്കും മാലൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി നാൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നാൻ. നാനും ചിക്കൻ കറിയും, നാൻ പനീർ കറി, നാൻ പാലക് പനീർ, ഇങ്ങനെ വളരെ അധികം കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ് നാൻ. നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്, നോട്ട് ഡൗൺ ചെയ്യണം. എനിക്ക് മല്ലിയില കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിവിടെ സെലറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിയില കിട്ടുകയാണെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് തൈര്, പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. എപ്പോഴും വെജിറ്റബിൾ ഓയിൽ, അങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുഴയ്ക്കാൻ പോകുന്നത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡവ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഡവ് ഒന്ന് കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ഡവ് കിട്ടും. ഇതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് നമുക്കൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡവ് ആണ് നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി ഓയിൽ പരട്ടി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. ഇനി അവസാനം നമ്മൾ കുറച്ചും കൂടി ഓയിൽ എടുത്ത് ഒന്ന് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡവ് ആണ് നമുക്ക് കിട്ടേണ്ടത്. മാറ്റി വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ കവർ ചെയ്ത് മാറ്റി വെക്കാം. ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഡവ് നമുക്ക് പുറത്തേക്ക് എടുത്ത് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി പതുക്കെ കുറച്ച് നാൻ ഉണ്ടാക്കി തുടങ്ങാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ഡവ് ഇരിക്കേണ്ടത്. ഇനി നമ്മൾ ഓരോ ഡവ് കൊടുത്ത് പതുക്കൊന്ന് റോൾ ഔട്ട് ചെയ്യാം. റോൾ ഔട്ട് ചെയ്ത് പകുതി ആവുമ്പോൾ ചോപ്പ് ചെയ്ത ഗാർലിക് അഥവാ ഗാർലിക്കിന്റെ പേസ്റ്റ്, മല്ലിയില, ഇവിടെ ഞാൻ സെലറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മല്ലിയില കിട്ടാത്തതുകൊണ്ട്, പിന്നെ സെസമി സീഡ്സും, വൈറ്റ് സെസമി സീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, ബ്ലാക്ക് കിട്ടിയില്ല. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പതുക്കെ ഈ ഡവിനെ ഒന്ന് റോൾ ചെയ്യാം. റോൾ ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഇതിനെ ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ട് സെസമി സീഡ്സ് ഉള്ള ഭാഗമല്ല, മറിച്ചിട്ട ഭാഗത്ത് നല്ലോണം വെള്ളം ഇതുപോലെ തടവി കൊടുക്കുക. നല്ലോണം തടവി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഈ നാൻ നമ്മുടെ പാനിൽ സ്റ്റിക്ക് ആവുള്ളൂ. ഈ സമയം നമ്മുടെ പാൻ നോൺ സ്റ്റിക്ക് അല്ല, അയൺ പാൻ, ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കുക. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ നനവുള്ള ഭാഗം, നാനിന്റെ നനവുള്ള ഭാഗം നമ്മുടെ അയൺ പാനിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം ഒട്ടുണ്ടോ, ഈ അയൺ പാനിൽ ഒട്ടും ഓയിൽ പാടില്ല. പിന്നെ നല്ലോണം വെള്ളം പരട്ടി കൊടുക്കണം ഈ നാനിന്റെ ബാക്കിൽ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ബബിൾസ് പോപ്പപ്പ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും.
കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സമയമാണ് നമ്മുടെ നാനിന്റെ ഒരു സൈഡ് അത്യാവശ്യം ക്രിസ്പി ആയിട്ട് വരുന്നത്. അത് ഏകദേശം ഇങ്ങനെ ബബിൾസ് പോലെ ആയി വരണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഈ അയൺ പാൻ ഒന്ന് മറച്ചു പിടിച്ചു നോക്കാം. അപ്പൊ ഈ വെള്ളം കാരണം അത് സ്റ്റിക്കായിട്ടിരിക്കണോണ്ട് താഴെ വീഴില്ല. ഇത് നമ്മൾ പതുക്കെ ഈ നാനിന്റെ എല്ലാ ഭാഗവും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒട്ടും എണ്ണ പാടില്ല അയൺ പാനിൽ. അത്യാവശ്യം നല്ല ചൂടുള്ള അയൺ പാൻ ആയിരിക്കണം. പിന്നെ ഈ കണ്ടിന്യൂസ് നാൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഈ അയൺ പാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ആ തുടക്കത്തിൽ ബബിൾസ് പോലെ വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തില്ല. ആ സമയം കൊണ്ടാണ് നാനിന്റെ അടിഭാഗം ഇതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നത്. മോൾ ഭാഗം വളരെ സോഫ്റ്റുമാണ്. ഇനി നമുക്ക് ഇതിന് മീതെ ബട്ടർ പരട്ടി കൊടുക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം കാണിക്കാം. ഇതാ ഇവിടെ പാൻ കണ്ടില്ല, ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നനവുള്ള ഭാഗം നമ്മൾ പതുക്കെ പാനിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ബബിൾസ് പോലെ വന്നു തുടങ്ങി. കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് നാനിന്റെ അടിഭാഗം അത്യാവശ്യം ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെ പൊന്തി വരണ ബോൾ പോലെ പൊന്തി വരണ നിൽക്കും. ആ സമയം മാത്രമാണ് നമ്മൾ മറിച്ചിട്ട് പിടിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് പിടിക്കുമ്പോൾ എല്ലാ ഭാഗവും നാനിന്റെ പതുക്കെ ഇങ്ങനെ കുക്കായി വരുന്ന കാണാൻ പറ്റും. അടിപൊളിയാണ് നാൻ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് തന്നെയാണ്. കണ്ടില്ലേ അടിപൊളി നാൻ ഇവിടെ റെഡി ആക്കുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള നാൻ ഉണ്ടാക്കാം, ഗാർലിക് ഇട്ട നാൻ ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പല വെറൈറ്റിയിലും ഉണ്ടാക്കാറുണ്ട്. ഇതൊരു റെസിപ്പിയാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു സൈഡ് നല്ല ക്രിസ്പിയും മറ്റേ സൈഡ് വളരെ സോഫ്റ്റും. അങ്ങനെയാണ് നമ്മുടെ നാൻ. ഇപ്പൊ തീർച്ചയായിട്ടും ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനും അതേ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയാണ് നമ്മൾ ഇത്തിരി ബട്ടർ ഇതിന്റെ മീതെ പരത്തി കൊടുക്കണം. ഈ പാനിൽ വെച്ചിട്ട്, അയൺ പാനിൽ വെച്ചിട്ട് ഒരിക്കലും ബട്ടർ തൂവി കൊടുക്കാൻ പാടില്ല. ഒട്ടും എണ്ണ അയൺ പാനിൽ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അടിപൊളി നാനാണ്, ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.